Good morning to all. Today I am going to teach contingent contract. A contract is said to be contingent when its performance depend upon the happening or non-happening of a future event. ഒരു കോൺട്രാക്റ്റിനെ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഫ്യൂച്ചർ ഇവൻറ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനും നോൺ ഹാപ്പനിങ്ങിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. A contract is said to be contingent when its performance depend upon the happening or non-happening of a future event. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ എക്സും വൈയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ എക്സ് വൈയോട് പറയാണ് വൈയുടെ വീട് ഫയറിൽ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ 10 lakh rupees എക്സ് തരാമെന്ന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അവിടെ എന്താ ഹാപ്പൺ ചെയ്യോ ചെയ്യില്ലെന്ന് ഉറപ്പില്ല, അൺസർട്ടൻ ആണ്. ചിലപ്പോൾ വീട് ഡിസ്ട്രോയ് ചെയ്യാം. അപ്പോൾ എക്സ് പ്രോമിസർക്ക് ആ പ്രോമിസ് പാലിക്കണം. ഇപ്പോൾ ഡിസ്ട്രോയ് ചെയ്തില്ലെങ്കിലോ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി കണ്ടിജൻറ്റ് വെൻ ഇറ്റ്സ് പെർഫോമൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. The event on which the performance depend upon may be either an event which is certain to happen. ചിലപ്പോൾ ഈ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കും, സർട്ടൻ ടു ഹാപ്പൺ. പക്ഷെ അതെപ്പോൾ നടക്കുന്നു നമുക്ക് ഉറപ്പില്ല. ദോ നോ വൺ നോസ് വെൻ ഇറ്റ് മേ ഹാപ്പൺ. എപ്പോൾ നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അത് എന്തായാലും നടക്കുന്നു നമുക്ക് ഉറപ്പാണ്. ഓർ ഇറ്റ് മേ ബി ആൻ ഇവൻറ്റ് വിച്ച് ഈസ് അൺസർട്ടൻ. നമുക്ക് ഉറപ്പില്ല. മറ്റേതിലെങ്ങനെയാണ് സർട്ടൻ ആണ്, ഉറപ്പാണ്. രണ്ടാമത്തെ സിറ്റുവേഷനിലോ നമുക്ക് സർട്ടൻ അല്ല, അൺസർട്ടൻ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർട്ടൻ ടു ഹാപ്പൺ, അതായത് ഇപ്പോൾ എക്സ് ഒരു ഇൻഷുറൻസ് പോളിസി, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ് മരിക്കുമെന്ന് ഉറപ്പാണ് അല്ലേ, പക്ഷേ അത് എന്ന് മരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് സർട്ടൻ ടു ഹാപ്പൺ, നടക്കുന്നു ഉറപ്പാണ്. ഓർ ഇറ്റ് മേ ബി ആൻ ഇവൻറ്റ് വിച്ച് ഈസ് അൺസർട്ടൻ, നമുക്ക് ഉറപ്പില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, എക്സും വൈയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതായത് വൈയുടെ വീട് ഫയർ വന്ന് നശിക്കുകയാണെങ്കിൽ അത് സർട്ടനിറ്റി ഇല്ല, അങ്ങനെ നശിക്കുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് നശിക്കാം, ചിലപ്പോൾ നശിക്കാതിരിക്കാം. അതാണ് രണ്ട് കേസ് പറഞ്ഞത്. ദ ഇവൻറ്റ് ഓൺ വിച്ച് the performance depend upon may be either an event which is certain to happen, അത് നടക്കുമെന്ന് ഉറപ്പുണ്ട്. or it may be an event which is uncertain, ചിലപ്പോൾ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. മറ്റേ കാര്യം എന്തായാലും നടക്കും, അതായത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം ഒരാൾ മരിക്കുന്നു ഉറപ്പാണ്, സർട്ടൻ ആണ്. മറ്റേ കേസ് ഫയർ വരുമ്പോൾ ഫയർ വന്നാലാണ് വീട് നശിക്കുള്ളൂ, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ദ ഇവൻറ്റ് ഓൺ വിച്ച് ദ പെർഫോമൻസ് ഡിപ്പെൻഡ് അപ്പോൺ മേ ബി ഐദർ ആൻ ഇവൻറ്റ് വിച്ച് ഈസ് സർട്ടൻ ടു ഹാപ്പൺ ഓർ ഇറ്റ് മേ ബി ആൻ ഇവൻറ്റ് വിച്ച് ഈസ് അൺസർട്ടൻ. നെക്സ്റ്റ്, എസെൻഷ്യൽസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്ട്. ഫസ്റ്റ് പോയിന്റ്, ദ പെർഫോമൻസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്ട് വിൽ ഡിപ്പെൻഡ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഒരു ഫ്യൂച്ചർ ഇവൻറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് ഫ്യൂച്ചറിൽ ഭാവിയിൽ ആ ഇവൻറ്റ് നടക്കോ അല്ലെങ്കിൽ സർട്ടനായിട്ട് നടക്കോ അല്ലെങ്കിൽ അൺസർട്ടൻ ആണോ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ പെർഫോമൻസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഫ്യൂച്ചർ ഇവൻറ്റ്. സെക്കൻഡ് പോയിന്റ്, ദ ഹാപ്പനിങ് ഓഫ് ദി ഇവൻറ്റ് മസ്റ്റ് ബി അൺസർട്ടൻ. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് നടക്കോ നടക്കില്ലെന്ന് ഉറപ്പറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് സർട്ടൻ ആയിരിക്കും, ചിലപ്പോൾ അത് അൺസർട്ടൻ ആയിരിക്കും. തേർഡ് പോയിന്റ്, ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഷുഡ് ഓൺലി ബി കൊളാട്രൽ ടു കോൺട്രാക്ട്. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഷുഡ് ഓൺലി ബി കൊളാട്രൽ ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഫ്യൂച്ചർ ഇവൻറ്റ് മസ്റ്റ് ബി ബിയോണ്ട് ദ പവർ ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ പവേഴ്സിൻ്റെ ബിയോണ്ട് ആയിരിക്കും ഫ്യൂച്ചർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചർ ഇവൻറ്റ് മസ്റ്റ് ബി ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. സോ ദീസ് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്ട്. First point, the performance of a contingent contract will depend on a future event. Second, the happening of the event must be uncertain. Third, the future events should only be collateral to contract. Fourth, the future event must be beyond the power of the contracting parties.
നെക്സ്റ്റ് റൂൾസ് റിഗാർഡിംഗ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. ഒരു കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ റൂൾസുകളാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. ഇതിൽ പറയുന്നത് ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഓൺലി ഇഫ് ദ പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൺ. ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് സംഭവിച്ചാൽ മാത്രമേ പ്രോമിസർ ആ പ്രോമിസ് പാലിക്കേണ്ട ആവശ്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എ ബിയോട് പറയാണ് ബി ഡിഗ്രി 3 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എ ബിക്ക് ഒരു ഓഡിയുടെ കാർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് 3 വർഷത്തിനുള്ളിൽ ബി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ എക്ക് ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ബിക്ക് സപ്ലി വന്നു. സപ്ലി വരുമ്പോൾ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? ഓഡിയുടെ കാറ് ബിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരില്ല. എന്തുകൊണ്ടാണ്? ആ ഫ്യൂച്ചർ ഇവൻറ്റിൽ പ്രോമിസ് ചെയ്ത കാര്യം സംഭവിച്ചില്ല, നടന്നില്ല, അൺസർട്ടനാണ്, അത് നടന്നില്ല, ബൗണ്ട് ചെയ്യാൻ പറ്റിയില്ല അത് പെർഫോം ചെയ്യാനായിട്ട്. അതായത് 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ബിക്ക് പറ്റിയില്ല. അതാണ് പറയുന്നത് സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാണെന്ന് പറയുക. അങ്ങനെ ഒരു കേസിൽ ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഓൺലി ഇഫ് ദ പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൻ. ഇവിടെ ബി 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എക്ക് ഓഡിയുടെ കാറ് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 3 എന്നുള്ളത് ഇപ്പോൾ 4 വർഷമായി കഴിഞ്ഞാൽ കാറ് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രോമിസർ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് പറയുന്നത് സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അത് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ബൗണ്ട് ടു പെർഫോം. അത് പ്രോമിസർ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം എപ്പോഴാണ്? ഇറ്റ് ഓൺലി ഇഫ് ദ പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൺ. ഇപ്പോൾ ആ ഇവൻറ്റ് സംഭവിച്ചാൽ മാത്രമേ. നെക്സ്റ്റ് റൂൾസ് റിഗാർഡിംഗ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. ഫസ്റ്റ് റൂൾ, സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഓൺലി ഇഫ് ദ പർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൺ. ഫോർ എക്സാമ്പിൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ബിയുടെ ഡിഗ്രി 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എ ബിക്ക് ഒരു ഓഡി കാറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഒരു പ്രോമിസ് ചെയ്യാണ്. എയും ബിയും തമ്മിലൊരു പ്രോമിസ്. എ ബിയോട് പറയുന്നത് 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഡിയുടെ കാറ് വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. പക്ഷേ ബിക്ക് 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് സപ്ലിയൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എ ബിക്ക് ആ കാർ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ആ കറക്റ്റ് പറഞ്ഞ സമയത്തിൽ പാസ്സാവാനായിട്ട് ബിക്ക് പറ്റില്ല. അതുകൊണ്ട് പ്രോമിസർ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. Section 32 depend on the happening of an uncertain future event bound to perform it only if the particular event happen. അത് ഹാപ്പൺ ചെയ്താൽ മാത്രമേ അതായത് ഇപ്പോൾ ബി 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി പാസ്സാവണമെങ്കിൽ മാത്രമേ എ ആ കാർ വാങ്ങിച്ച ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രോമിസർ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 33 ആൻഡ് 34 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് സെക്ഷൻ 33ലും 34ലും പറയുന്നത് നോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. നടക്കാത്ത കാര്യം, നോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഓൺലി വെൻ ദ പർട്ടിക്കുലർ ഇവൻറ്റ് ബിക്കം ഇമ്പോസിബിൾ ആൻഡ് നോട്ട് ബിഫോർ. അത് ഇമ്പോസിബിൾ ആവണമെങ്കിൽ മാത്രമേ അത് പെർഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ ബിയോട് പറയാണ് കുറച്ച് ഐറ്റംസ്
വാങ്ങാമെന്ന് പറയണത്. പക്ഷേ ആ ഐറ്റംസ് വന്ന ഷിപ്പ് ഫയറിൽ ഡിസ്ട്രോയ് ആയിപ്പോയി. അപ്പോൾ അവിടെ എന്താ, ഇമ്പോസിബിൾ ആണ്, പിന്നെ ആ കോൺട്രാക്റ്റ് നടത്താനായിട്ട് പറ്റില്ല. അതാണ് സെക്ഷൻ 33 ആൻഡ് 34 മെൻഷൻ ചെയ്യുന്നത്. ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്, ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഓൺലി വെൻ ദ പർട്ടിക്കുലർ ഇവൻറ്റ് ബിക്കം ഇമ്പോസിബിൾ ആൻഡ് നോട്ട് ബിഫോർ. നമ്മൾ 2 റൂൾസാണ് പഠിച്ചത്. ഫസ്റ്റ് സെക്ഷൻ 32, ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. നെക്സ്റ്റ് സെക്ഷൻ 33 ആൻഡ് 34 ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. നെക്സ്റ്റ് സെക്ഷൻ 35. Section 35 depend on the happening of a specified uncertain event within a fixed time. അതായത് ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ ആ സംഭവം ഹാപ്പൺ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, അതായത് എ ബിയോട് പറയാണ് ബിയുടെ ഡിഗ്രി 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഓടിയുടെ കാർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഡിപ്പെൻഡ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. അതായത് ആ 2 വർഷത്തിനുള്ളിൽ നടക്കണം. ബൗണ്ട് ടു പെർഫോം ഇഫ് ഇറ്റ് ഹാപ്പൺ വിത്തിൻ ദാറ്റ് ടൈം. ആ സമയത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് പറയുന്നത് സെക്ഷൻ 35 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ആ ടൈമിനുള്ളിൽ ചെയ്യണമെന്ന്, ആ ടൈമിനുള്ളിൽ പ്രോമിസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പ്രോമിസർ ആ പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത് സെക്ഷൻ 35 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം, ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഇഫ് ഇറ്റ് ഹാപ്പൺ വിത്തിൻ ദാറ്റ് ടൈം. ആ ടൈമിനുള്ളിൽ ചെയ്യണമെങ്കിൽ മാത്രമേ അത് ആ പ്രോമിസ് പാലിക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. നേരത്തെ പറഞ്ഞത് എന്താ, ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ് നടക്കണം. സെക്കൻഡിൽ എന്താ പറയുന്നത്, ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ്. ഹാപ്പനിങ് ഇവൻറ്റ്, നോൺ ഹാപ്പനിങ് ഇവൻറ്റ്. നോൺ ഹാപ്പനിങ് ആണെങ്കിൽ എന്താ, ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഇഫ് സച്ച് ഇവൻറ്റ് ഡസ് നോട്ട് ഹാപ്പൺ വിത്തിൻ എ ഫിക്സഡ് ടൈം. അത് ആ സംഭവം നടന്നില്ലെങ്കിൽ, ഇപ്പം എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് സിയുടെ ഷിപ്പ് മാർച്ച് 3 വന്നില്ലെങ്കിൽ 10 lakh rupees എ ബിക്ക് കൊടുക്കാമെന്ന് പറയണു. മാർച്ച് 3 വന്നില്ല, ഹാപ്പൺ ചെയ്തില്ല, നോൺ ഹാപ്പനിങ് ആയി. അപ്പോൾ എന്ത് ചെയ്യണം, എ ബിക്ക് ആ 10 lakh rupees കൊടുക്കണം. അതായത് എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എന്താണ് കോൺട്രാക്റ്റ്? സിയുടെ ഷിപ്പ് മാർച്ച് 3 ടൈമുണ്ട്, മാർച്ച് 3 വന്നില്ലെങ്കിൽ 10 lakh rupees തരാമെന്ന് പറഞ്ഞു. സിയുടെ ഷിപ്പ് മാർച്ച് 3 വന്നില്ല, നോൺ ഹാപ്പൺ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, എ ബിക്ക് ആ 10 lakh rupees കൊടുക്കണം. ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. അത് ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഇഫ് സച്ച് ഇവൻറ്റ് ഡസ് നോട്ട് ഹാപ്പൻ. അതായത് ഷിപ്പ് ആ സമയത്ത് മാർച്ച് 3 വന്നില്ലെങ്കിൽ, നോട്ട് ഹാപ്പൺ ചെയ്തില്ലെങ്കിൽ ആ എമൗണ്ട് കൊടുക്കണം. അതാണ് അവിടെ പറയണേ, ബൗണ്ട് ടു പെർഫോം ഇറ്റ് ഇഫ് സച്ച് ഇവൻറ്റ് ഡസ് നോട്ട് ഹാപ്പൻ വിത്തിൻ എ ഫിക്സഡ് ടൈം. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 36 ഇഫ് ദ ഈവൻറ്റ് ഈസ് ആൻ ഇൻഹെറിൻറ്റ് ഇമ്പോസിബിലിറ്റി. അതായത് ഒരു കോൺട്രാക്റ്റിൽ തന്നെ അത് നടക്കില്ല എന്ന് ഉറപ്പുള്ള കേസാണ്. അത് ചിലപ്പോൾ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ ആ പാർട്ടിക്കാർക്ക് അറിയായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. മനസ്സിലായോ? Contract is void irresponsible of the fact whether the impossibility of the event is known to the contracting parties or not at the time of agreement. എഗ്രിമെൻറ്റിൻ്റെ ടൈമിൽ ചിലപ്പോൾ അറിയാതിരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിയോട് പറയാണ് 2 പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10 lakh rupees തരാമെന്ന് പറയണു.
രണ്ട് പാരലൽ ലൈൻസ് നമുക്ക് എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല, പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അത് അൺസർട്ടൻ ആണെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ആണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 36, ഇഫ് ദ ഇവൻറ്റ് ഈസ് ആൻ ഇൻഹെറിൻറ്റ് ഇമ്പോസിബിൾ ആവാനുള്ള സാധ്യത അതിൽ ഇൻക്ലൂഡഡ് ആണ്. കോൺട്രാക്ട് ഈസ് വോയിഡ് ഇറസ്പോൺസിബിൾ ഓഫ് ദി ഫാക്ട് വെദർ ദ ഇമ്പോസിബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് ഈസ് നോൺ ടു ദി. അത് ചിലപ്പോൾ കോൺട്രാക്ട് പാർട്ടിക്ക് അറിയായിരിക്കാം, കോൺട്രാക്റ്റിൻ്റെ സമയത്ത് അറിയായിരിക്കാം. ഓർ നോട്ട് അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെൻറ്റിൻ്റെ സമയത്ത്. ഫസ്റ്റ് റൂളിൽ പറയുന്നത് സെക്ഷൻ 32 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. സെക്കൻഡ് റൂൾ സെക്ഷൻ 33 ആൻഡ് 34 ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. തേർഡ് പോയിന്റ് സെക്ഷൻ 35 ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൻ ഇവൻറ്റ് വിത്തിൻ എ ടൈം. ഫോർത്ത് പോയിന്റ് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൻ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സ്ഡ് ടൈം. Fifth point, section 36, if the event is an inherent impossibility. Next, assignment questions നോക്കാം. First question, what do you mean by contingent contract? Second, what are the essential characteristics of a contingent contract? Assignment questions എഴുതി സമയത്തിന് സബ്മിറ്റ് ചെയ്യുക. Okay, thank you.